ഓവറാൾ പറയുകയാണെങ്കിൽ അത്ര എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഭയങ്കര ക്രൈം മൂവിയാണ്. ഭയങ്കര ത്രില്ലിങ്ങും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അത് ജസ്റ്റ് നോർമൽ നമുക്ക് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഹാഫ് പക്ഷെ ഭയങ്കര ലാഗിങ് ആയിരുന്നു, അത് എടുത്ത് പറയണം. നല്ല ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് ഇമോഷണൽ സീൻ, വയലൻസ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വിഷമമൊക്കെ തോന്നും. എടുത്ത് പറയാൻ തോന്നിയതാണ് ആ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള ഒരു വയലൻസ് സീൻ. അത് പറഞ്ഞ പോലെ തന്നെ നല്ല ഇമോഷണലാണ്, നമുക്ക് വിഷമം തോന്നും സത്യമായിരിക്കും. കാര്യം ബാക്കി ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ്. കാര്യം ഇത്ര ഡ്യൂറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഒരു അബൌട്ട് 170 മിനിറ്റ്സ് ഉണ്ട്. അത്രേൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 2 മണിക്കൂറിൽ അഡ്ജസ്റ്റ് പിന്നെ നമ്മളെല്ലാം മൂവി പിടിക്കുന്ന എന്നാലും 2 മണിക്കൂറിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമായിരുന്നു കഥ. ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറിയാണ്, ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻറ്റ്. അത് ഈ മൂവി കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവി നല്ലൊരിതാണ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു സംഭവം അറിഞ്ഞുകൂടാത്ത നമ്മളെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു മൂവിയിലൂടെ ഈ മൂവി കാണുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന് പോലും മനസ്സിലാവും. പാലക്കാട് തങ്കമണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 1986 നടന്ന ഒരു റിയൽ ഇൻസിഡൻ്റാണ്. പക്ഷേ അന്ന് ആ സമയത്ത് നടന്നെങ്കിലും ഇപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പം മൂവി കണ്ടതിലൂടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദിലീപിൻ്റെ അഭിനയമൊക്കെ പൊളിയായിരുന്നു. ദിലീപിനൊരു തിരിച്ചുവരവ് തന്നെയാണ്. പിന്നെ കുടുംബമായിട്ടൊക്കെ പോയി കാണാനായിട്ടും കൊള്ളായിരുന്നു. കാണുമ്പോൾ ഇതിപ്പോൾ അറിയുമ്പോൾ ഒരു വിഷമം, സിനിമയോടെ കാണുമ്പോഴത്തേക്കും കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ തോന്നും. ദിലീപിൻ്റെ അഭിനയം പൊളിയായിരുന്നു.